UDF-ൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും സ്ഥാനാർത്ഥികളെ സാധാരണഗതിയിൽ പാണക്കാട് വച്ചല്ല പ്രഖ്യാപിക്കപ്പെടാറുള്ളത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പലപ്പോഴും സാധാരണഗതിയിൽ പാണക്കാട് നിന്ന് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെടാറുണ്ട്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി പാണക്കാട്ടെ മഖാമിൽ സിയാറത്തു ചെയ്യുകയും കൂട്ടപ്രാർത്ഥന നടത്തുകയും ചെയ്യുക പതിവുകളാണ്. ആ പതിവിൽ കൂട്ടത്തിലുള്ള വഹാബികളും ഒരു അതര വ്യായാമം എന്ന നിലക്കെങ്കിലും പങ്കുകൊള്ളുകയും ചെയ്യാറുള്ളതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള പതിവുകൾ. അതിന് വിരുദ്ധമായ ചില ഒറ്റപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അതിന് സമുദായത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വേളകളിൽ തിരിച്ചടി ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി പാണക്കാട് സാദാത്തുക്കൾ ആദർശപക്ഷത്തെ അവരുടെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ, വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പാണക്കാട് നിന്ന് റഷീദ് അലി തങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് മലയാളികൾ കണ്ടിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലവിലുള്ള പാണക്കാട്ടെ പതിവുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ട് പാണക്കാട്ട് മക്കാമിൽ പോകാതെയും കൂട്ടുപ്രാർത്ഥന നടത്താതെയും ആയിപ്പോയി എന്നത് പാണക്കാട് തങ്ങന്മാരുടെ ആദർശപരമായ അവരുടെ പൂർവ്വപിതാക്കൾ സ്വീകരിച്ചു വരുന്ന രീതികളെ പോലും സ്വയം അവർ തള്ളിക്കളയുന്നതിന്റെ ഉദാഹരണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പാണക്കാട് മക്കാമിൽ ഒന്ന് കൊണ്ടുപോയി പ്രാർത്ഥനയിൽ പങ്കുചേർത്തിരുന്നുവെങ്കിൽ, ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയിരുന്നുവെങ്കിൽ അത്രയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് സുന്നി ആശയത്തിൽ കൊണ്ടുവരാൻ ഈ രാഷ്ട്രീയ ബാന്ധവം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചെറിയൊരു ആശ്വാസമെങ്കിലും ആ കൂട്ടത്തിലുള്ള സുന്നികൾക്കുണ്ടാകുമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വിരുദ്ധമായി റഷീദ് അലി തങ്ങളാണ് ചരിത്രത്തിലാദ്യമായി പാണക്കാട്ടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പാണക്കാട് തങ്ങന്മാരാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പോലും സ്ഥാനാർത്ഥികളെ ഈ രീതിയിൽ പാണക്കാട് നിന്ന് പ്രഖ്യാപിക്കുന്ന പതിവ് പൊതുവിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഇത്തരം ചില ദുരന്തങ്ങൾ അത്തരം ആത്മീയ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത് സുന്നി സമൂഹം വളരെ സങ്കടത്തോടെയും വിഷമത്തോടുകൂടെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പൗരോഹിത്യം പ്രകടിപ്പിക്കുന്ന ഉഡായിപ്പുകളും കാപഢ്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വേള വഹാബി പ്രസ്ഥാനത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പാണക്കാട് പോകുന്നതും പാണക്കാട് തങ്ങന്മാരെ അവരുടെ രാഷ്ട്രീയ ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികളിൽ പാണക്കാട് തങ്ങന്മാരുടെ ആത്മീയ നേതൃത്വം പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ എങ്കിലും അവർ സ്വീകരിക്കുകയും ചെയ്യുന്നതിനെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൗരോഹിത്യം. പാണക്കാട്ട് ആത്മീയ നേതാവ് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവ് എന്ന് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവല്ല നിങ്ങളുടെ നേതാവാണെന്ന് പറയാൻ ഒരൊറ്റ ആ വിമർശകന്റെ നാവും പുറത്തുവരാത്തുണ്ടാ? എന്നാൽ ഈ വിമർശകന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നമ്മൾ എന്തിന് പാണക്കാട് പോകണമെന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പോ ചങ്കൂറ്റം